കോടി കേറണ എന്താ ഇതൊന്നും ആരും കേറരുത് ഗൈസ്. അവിടെ ഞങ്ങൾ വീട് പോയാൽ എന്തിനു പറ്റൂ? കാണുന്നുമില്ല ആരപ്പിണ്ടോ. ഹലോ ഗൈസ് ഇപ്പോൾ 11:15 സമയം ഇതിൽ കാണുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ കണ്ണാടിക്കൽ ചന്തക്ക് പോകാട്ടോ. ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. ഇതൊക്കെ കണ്ട ഉമ്മണ്ട്, കന്നിക്കുണ്ട്, മാലി, ഇപ്പം എല്ലാവരും ഉണ്ട്. ഇപ്പം അവിടെ പോയില്ല വിശേഷങ്ങൾ കാണാം. ബൈ ഗൈസ്. ഞങ്ങളങ്ങനെതാ ചന്തൻ്റെ അവിടെ എത്തിട്ടോ. നല്ല തിരക്കുണ്ടല്ലേ. 12 മണിയാവാൻ ആയില്ലേ? അതാണ്. ഇതെന്താ ഇത് അമ്പലം? അല്ലല്ലോ അല്ലേ. അതിന് ഡെക്കറേഷൻ. ഇതിനല്ലേ ചന്ത പറയല്. എന്താ വേണം നോക്കി. ഇതാ പല മിഠായി. ഷോള കമ്മലൊക്കെ കാണണ്ട. നമുക്ക് പോയി നോക്കാം കഴിച്ച് ഇഷ്ടപ്പെട്ട എടുക്കാം. ജസ്റ്റിനെ ഞാൻ വിളിച്ചിരിക്കും. വർക്ക് ചെയ്തതിന് വരുന്നത് ഗോൾഡനാ അല്ലേ? ഏതേലും മതി പോലെ. എല്ലാ പാത്രവും ഗ്ലാസും എല്ലാം ഉണ്ട് ഗൈസ്. ഏതെടുത്താലും 250. ഏതെടുത്താലും 250. ഇവിടെ നിന്ന് ആരും ഇല്ലല്ലേ ഇനി. ഈറ്റ ഓരോന്ന് എടുത്തിട്ട് പോയാലോ. ഇതോടി നല്ല രസമുണ്ട്. കുട്ടികൾ 100 രൂപ. സോഫ്റ്റ് ടോയ്സ് ഏതെടുത്താലും ഒന്നിന് 100 രൂപ. വന്നോളൂ വന്നോളൂ വന്നോളൂ. സോഫ്റ്റ് ടോയ്സ് ഏതെടുത്താലും ഒന്നിന് 100 രൂപ. 100 രൂപ. കണ്ടോ പോലീസ് നമ്മളെ കൂടെ ഉണ്ട്. പോലീസ് ഡാൻസ് കളിക്കുന്ന ഒരാൾ. ഡാൻസ് കണ്ടോ. ആഹാ എല്ലാ തരം. കൊട്ട ഇങ്ങനെയാണോ കൊട്ട? ആ നല്ല ഭരണി. നമുക്ക് ഉപ്പിടാൻ നല്ലൊരു ഭരണി വാങ്ങി. ഇവിടെ സാധനത്തിന് ഭയങ്കര റേറ്റാണ്. നമ്മള് അതെ പറ്റിക്കാണ്. നമ്മളെ അതെ ഞങ്ങൾ അതിലൊന്നും വിൽക്കൂല. ഫൈനലി ഗൈസ് നമ്മൾ ഇതാ യന്ത്രൂനാലിൻ്റെ അടുത്തെത്തി. ഇപ്രാവശ്യം വന്ന പുതിയൊരു സെറ്റപ്പ് ഉണ്ട് ഗൈസ്. അത് നിർത്തി വെച്ചോ. കോടി കേറണ എന്താ സമയനോ? അത് നിർത്തി വെച്ചോ. അത് തുടങ്ങി ഈ പ്രാവശ്യം ആദ്യമായിട്ട് വരല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലേനു സ്ഥാനം. എൻ്റെ അമ്മയെ അതിൽ കയറണ്ട. ഇതിൽ കയറിയുന്നു. പക്ഷേങ്കിൽ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം എൻ്റെ ഭർത്താവ് ഒന്നിനും വിടൂല. അതാ തെങ്ങിനെക്കാട്ടിൽ
ഹൈറ്റിൽ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് കയറാൻ, പക്ഷെ എനിക്ക് പറ്റൂല, എതിരാളി ഇല്ല. ഇതിവിടെ ഇങ്ങനെ തോണി, പിന്നെ സ്റ്റാർട്ടാവും വിചാരിക്കുന്നു. അപ്പുറത്തുണ്ട് വേറെ ഒന്നുകൂടി വലിയ തോണിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വലിപ്പമല്ലേനു, പ്രാവശ്യം നല്ല വലിയത്. അതൊക്കെ എന്തെങ്കിലും നല്ല വലിപ്പമുണ്ടല്ലേ. പിന്നെ ഇതൊന്നും ആരും കയറരുത് ഗൈസ്. അവിടെ നിന്ന് അങ്ങ് വീട് പോയാൽ എന്തിനു പറ്റൂ? നിർന്നോ കഴിഞ്ഞോ ഗൈസ്? ഇത് വന്നതോടെ ഇതിനുള്ള പ്രാധാന്യം പോയി തോന്നി ഗൈസ്. ഒരുവിധം എല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഫുഡിൻ്റെ അവിടെയൊക്കെ പോയി. ഞങ്ങളെ കൂടെ വന്നവരെ കാണാനില്ല, വഴി തെറ്റിപ്പോയി അല്ലേ. എവിടെയോ ഉണ്ട് എന്നാണ് ജസ്റ്റിനെ പറഞ്ഞത്. ഓരോക്കട്ടെ ഉത്സവത്തിന് പോകുന്നവരൊക്കെ അല്ല ചന്തക്ക് പോകുന്നവരൊക്കെ കൂടെയുള്ള ആളുകൾ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അല്ല, ഒരാൾ ചന്തക്കാൻ മാത്രമാണ്, ബാക്കിയുള്ള കാണാനില്ല ഗൈസ്. എവിടെ പോയി എന്നറിയില്ല. അപ്പം ജസ്റ്റിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാ നമുക്ക് ഐസ്ക്രീം വാങ്ങാം. ഈ വേനില്ല ഇവിടൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ചോക്ലേറ്റ് കൊസിണ്ട് കാണാൻ. ആ ഞാൻ പേടിച്ചോ നിങ്ങൾ വിളിക്കാണ്ടപ്പോ. ഗൈസ് ഇതാണ്, അതിനെ കാണുന്നുമില്ല. ആരപ്പിണ്ടോ ഞാനല്ല കേട്ടില്ല, എപ്പോഴാ കാണുന്നത്. ഇനി നമുക്ക് മുമ്പോട്ട് നടക്കാം. ഫുൾ തിരക്കാണ് കണ്ടോ. ഇത് പണ്ട് വലുതല്ലേ, ചെറുതായി ചെറുതായി പോയാ കരിമണി കൊറേ കൊടുക്കൊക്കെ. കിടാവിളക്ക് അതല്ലേ ഇതെത്തു. ഗൈസ് ഞാൻ ഇത് വാങ്ങി. എന്തൊക്കെ എന്തായാലും ഓള് കൊയങ്ങി. അതെ, അങ്ങനത്തോലൊക്കെ പൊരേ കുത്തിരിക്കാം, മനസ്സിലായോ? അതെ, ആ ഭർത്താവ് വരുന്നുണ്ട്, ഇപ്പൊ കേൾക്കാം. അവൻ കണ്ടില്ല. എന്റെ ഭർത്താവ് അവിടെ പോയി. ആ എന്തോ മാങ്ങ അല്ല, പാവാച്ചടിനൊക്കെ നോക്കൂ. പിന്നെ ആടുന്ന് സ്പീഡിൽ ഇതിൻ്റെ ജെറ്റ് പോണ മാതിരി കൊണ്ടുവന്നാലും അതിനെ ഞാനൊന്ന് വാങ്ങണേ. എന്നിട്ട് കണ്ടപ്പോണേ പോയത്. എന്തൊക്കെ വാങ്ങണത് ആർക്കറിയാം. ആ കൊണ്ട് വരട്ടെ. എന്തൊക്കെയോ വാങ്ങണ്ട് ഇവിടെ, എന്തൊക്കെയോ ഉണ്ട്. അതാണ് പറഞ്ഞ ചന്തൊക്കെ വാങ്ങാൻ പോയി നോക്ക്. ആർക്കാ വണ്ടിയിലെക്കാനോ? ഇതാണ് പൂക്കി ഷംനാഥ്.
കണ്ടോ ആടെ നിന്നെ തിരക്കിട്ട് കൊണ്ടോന്ന് ഇത് വാങ്ങാനേ. നോക്കട്ടെ. വാ നല്ല രസമുണ്ടേ. ഇങ്ങോട്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങോട്ട് നോക്കി അതിന് തല ഇത് എവിടെ പോയി വാങ്ങിയതൊക്കെ നോക്കി. എത്ര എണ്ണ വാങ്ങി? ഒന്നും നോക്കിയില്ല, പൈസ നോക്കില്ല. അതെ വിജനമായ റോഡ്, എല്ലാരും പോയി. വരുമ്പോ എന്തൊരു തിരക്കേനുല്ലേ, കോമ്പാരില്ല, എല്ലാരും പോയി. എല്ലാരും പോരേ പോയി. വീട്ടിലേക്ക് കയറാം, അത് നമ്മളെ വീടല്ല. അതന്നെ എവിടെയാടാ വീടായെങ്കില് ഇപ്പൊ കണ്ടോ ഗൈസ്, ഈ റോഡൊക്കെ ഒഴിഞ്ഞു പോയി. നമ്മളെ വീടല്ല, ആരോ വീട്. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ ചന്തയിലെ വിശേഷങ്ങൾ. കണ്ണാടിക്കൽ ചന്ത. വരുന്നവർ നാളെയും കൂടെ അവസരമുണ്ട്, വന്നോളൂ. കഴിഞ്ഞു ഗൈസ്, ബൈ.